ഒരു സ്ത്രീ തന്റെ മകനെ കാട്ടിൽ കളിക്കാൻ കൊണ്ടുപോയി. പെട്ടെന്ന് വിചിത്രമായ ശബ്ദങ്ങൾ അവൾ കേട്ടു. അന്വേഷിക്കാൻ മുന്നോട്ട് നടക്കുമ്പോൾ എതിർവശത്ത് മറ്റൊരു സ്ത്രീ നിൽക്കുന്നതായി അവൾ കണ്ടു. അതേ വസ്ത്രം ധരിച്ച ആ സ്ത്രീ അവളെ നേരിട്ട് നോക്കി. അന്ന ഭയന്നുപോയി. ഉടനെ ഒരു വലിയ മരത്തിന്റെ പിന്നിൽ ഒളിച്ചു. അവൾ വീണ്ടും നോക്കിയപ്പോൾ ആ സ്ത്രീ അപ്രത്യക്ഷയായി. അസ്വസ്ഥത തോന്നിയ അന്ന തന്റെ മകനെ കണ്ടെത്താൻ തിടുക്കത്തിൽ തിരിഞ്ഞു. അവൻ പോയി. പരിഭ്രാന്തയായ അന്ന തന്റെ മകനെ അന്വേഷിച്ച് തീവ്രമായി വിളിച്ചു. ഒടുവിൽ കാടിന്റെ അരികിൽ അവൾ അവനെ കണ്ടെത്തി. അന്ന ഒരു ആശ്വാസ നെടുവീർപ്പിട്ടു. അവൻ എന്തിനാണ് അവിടെ ഉണ്ടായിരുന്നതെന്ന് ചോദിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അവൾ മകനെ സമീപിച്ചു. പക്ഷേ അവന്റെ മനോഭാവം പെട്ടെന്ന് മാറി. അന്ന തന്റെ അമ്മയല്ലെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പോലും അയാൾ അവളെ തള്ളിമാറ്റാൻ തുടങ്ങി. അതേസമയം അന്നയുടെ ഭർത്താവ് ജാക്ക് സ്വന്തം വിചിത്രമായ അനുഭവം നേരിട്ടു. ജാക്ക് പതിവ് പോലെ തന്റെ ഓഡിയോ റെക്കോർഡിംഗുകൾ TV സ്റ്റേഷനിലേക്ക് മെയിൽ ചെയ്യാൻ തയ്യാറെടുക്കുകയായിരുന്നു. അദ്ദേഹം 2 കത്തുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്ന് വ്യക്തമാണ്. പക്ഷേ മെയിൽ ബോക്സിൽ 4 എണ്ണം ഉണ്ടായിരുന്നു. ആശ്ചര്യഭരിതനായി ജാക്ക് കവറുകൾ പരിശോധിക്കാൻ പുറത്തെടുത്തു. അവയിൽ 2 എണ്ണത്തിൽ സമാനമായ ഉള്ളടക്കങ്ങളുണ്ടെന്ന് അദ്ദേഹം കണ്ടെത്തി. ഈ വിചിത്രത കണ്ടെത്തിയ അദ്ദേഹം വേഗത്തിൽ കത്തുകൾ തിരികെ അകത്തേക്ക് കൊണ്ടുവന്നു. റെക്കോർഡിംഗുകൾ ആവർത്തിച്ച് താരതമ്യം ചെയ്തപ്പോൾ ഈ 2 ഓഡിയോ ഫയലുകളും കൃത്യമായി ഒരേപോലെയാണെന്ന് അയാൾ കണ്ടെത്തി. ജാക്ക് ഇതിൽ ആശയക്കുഴപ്പത്തിലായിരിക്കുമ്പോൾ അന്ന കരയുന്ന മകനുമായി മടങ്ങി വന്നു. എന്താണ് സംഭവിച്ചതെന്ന് ജാക്ക് പുറത്തുപോയി ചോദിച്ചു. അന്നയ്ക്കും അറിയില്ലെന്ന് അവൾ പറഞ്ഞു. മകനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ അവൾ ആഗ്രഹിച്ചു. പക്ഷേ അവൻ അവളെ എതിർത്തു. തിരിച്ചു വരാൻ വിസമ്മതിച്ചു. ആ രാത്രിയിൽ ആൺകുട്ടിയുടെ മുറിയിൽ നിന്ന് എന്തോ ഭയാനകമായ അനുഭവിച്ചതുപോലെ കരച്ചിൽ തുടർന്നു. ജാക്കിന് എഴുന്നേറ്റ് അവനെ ആശ്വസിപ്പിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. നീണ്ട രാത്രി കടന്നുപോയപ്പോൾ അന്ന തന്റെ മകനോട് കാട്ടിൽ എന്തെങ്കിലും കണ്ടോ എന്ന് സൗമ്യമായി ചോദിച്ചു. അന്ന പെട്ടെന്ന് തന്റെ അമ്മയല്ലെന്ന് ആ കുട്ടി പ്രഖ്യാപിച്ചു. ഇത് അന്നയെ വല്ലാതെ ഞെട്ടിച്ചു. അവൾ കൂടുതൽ സമ്മർദ്ദം ചെലുത്താൻ ആഗ്രഹിച്ചു. പക്ഷേ അവളുടെ മകൻ ഇനി അവളോട് പ്രതികരിക്കില്ല. സത്യം കണ്ടെത്താനുള്ള ദൃഢനിശ്ചയത്തോടെ കാട്ടിൽ എന്താണ് കണ്ടതെന്ന് അന്ന ചോദിച്ചുകൊണ്ടിരുന്നു. അവന്റെ ചെറുത്തുനിൽപ്പ് അവളുടെ പ്രതീക്ഷകൾക്കും അപ്പുറമായിരുന്നു. ആൺകുട്ടി ബുദ്ധിമുട്ടുന്നതിനിടയിൽ ഒരു മാല ഊരിപ്പോയി. അന്ന അതെടുത്തപ്പോൾ അത് സ്വന്തം കഴുത്തിൽ ഉണ്ടായിരുന്നതിന് സമാനമാണെന്ന് അവൾ കണ്ടെത്തി. ഇതവിടെ പൂർണ്ണമായും സ്തബ്ധനാക്കി. എന്തോ കുഴപ്പമുണ്ടെന്ന് ജാക്കിന് മനസ്സിലായി. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അയാൾ ഭാര്യയോട് ചോദിച്ചു. കാട്ടിലെ അവിചിത്രമായ കണ്ടുമുട്ടലിനെക്കുറിച്ച് അന്ന അവളോട് പറഞ്ഞു. ആ അപരിചിത സ്ത്രീ വീണ്ടും പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലും ആരെങ്കിലും തങ്ങളുടെ കുടുംബത്തെ ഉപദ്രവിക്കുമെന്ന് അന്ന ഭയന്നു. അവൾ ഈ സ്ഥലം വിടാൻ ജാക്കിനോട് ആവശ്യപ്പെട്ടു. പിന്നീട് ജാക്ക് ആ വിചിത്രമായ കത്തുകൾ ഓർത്തു. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോഴും അവൻ അസ്വസ്ഥനായി. അയാൾ വേഗം തന്റെ ഭാര്യയെയും കുട്ടിയെയും കാറിൽ കയറ്റി പോകാൻ തയ്യാറായി. എന്നിരുന്നാലും അതിലും വിചിത്രമായ എന്തോ ഒന്ന് സംഭവിച്ചു. അവർ എങ്ങനെ വണ്ടി ഓടിച്ചാലും വീട്ടിന് ചുറ്റുമുള്ള പ്രദേശം വിട്ടുപോകാൻ അവർക്ക് കഴിഞ്ഞില്ല. അവർ തെറ്റായ വഴി തെരഞ്ഞെടുത്തു എന്ന് കരുതി അവർക്ക് അകത്തേക്ക് മടങ്ങാനല്ലാതെ മാർഗമില്ലായിരുന്നു. പെട്ടെന്ന് അവരുടെ നായയുടെ കുര പുറത്തുനിന്ന് കേട്ടു. അന്ന ചെക്ക് ചെയ്യാൻ ജനാലയിലേക്ക് നടന്നു. അപ്പോഴാണ് കണ്ണാടിയിലെ തന്റെ പ്രതിബിംബത്തിൽ എന്തോ കുഴപ്പം അവൾ ശ്രദ്ധിച്ചത്. അത് പരീക്ഷിക്കാൻ അവൾ പതുക്കി കൈ ഉയർത്തി. പക്ഷെ കണ്ണാടിയിലെ കൈ സ്വയം ചലിച്ചു. അന്ന ഭയന്ന് നിലവിളിച്ചു. ജാക്കിനെ ഓടിക്കാൻ പ്രേരിപ്പിച്ചു. ഗ്ലാസ് ജനാലയിലൂടെ ഒരുമിച്ച് നോക്കിയപ്പോൾ അന്നയെപ്പോലെ തോന്നുന്ന ഒരു സ്ത്രീ പുറത്തു നിൽക്കുന്നത് കണ്ട് അവർ പരിഭ്രാന്തരായി. എന്താണ് സംഭവിക്കുന്നതെന്ന് അന്നയ്ക്ക് മനസ്സിലാകുന്നതിന് മുൻപ് ജാക്കിന് സമാനമായ മറ്റൊരു പുരുഷൻ സ്ത്രീയുടെ അരികിൽ പ്രത്യക്ഷപ്പെട്ടു.